Hi friends, welcome to another video. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സർക്കിൾസ് പാർട്ട് 8 ആണ്. പാർട്ട് 7 വരെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പാർട്ട് 8 ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹൗ ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എങ്ങനെയാണ് ഒരു ലംബ സമഭാജി വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി പേജ് നമ്പർ 43 ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ 7 ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടി പറയാം. ഓക്കെ, എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നുള്ളതും കൂടി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഹൗ ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം എന്താണെന്ന് പറയാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത് ലംബ സമഭാജി എന്നാണ് പറയുന്നത്. ലംബ സമഭാജി. സമഭാജി എന്ന് വെച്ചാൽ സമം എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാലോ, സമഭാജി. ഓക്കെ ഓക്കെ, ലംബമാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു വരയാണ് ലംബം എന്ന് പറയുന്നത്. സമം ഈക്വൽ എന്നുള്ള അർത്ഥമാണ്. ബാജി ഭാഗിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലംബ സമഭാജി എന്താണെന്ന് പറയാം. A perpendicular bisector can be defined as a line segment which intersects another line perpendicularly. അതായത് ഒരു ലൈൻ അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ into two equal parts, രണ്ട് ഈക്വൽ ആയിട്ടുള്ള ഭാഗങ്ങൾ, ഇത് ഈക്വൽ ആയിട്ടുള്ള ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ടെങ്കിൽ two lines are said to be perpendicular to each other when they intersect in such a way that they form 90 degrees with each other. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, 90 ഡിഗ്രി ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടായിരിക്കാം. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടൊന്നൊരു പറയാം, ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു, എന്നിട്ട് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ലൈനിനെ ഈക്വൽ ആയിട്ട് ഇപ്പോൾ ഇതൊരു 20 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ, ടോട്ടൽ 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇവിടെ 10 സെന്റിമീറ്ററിൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ലംബ സമഭാജി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ലംബ സമഭാജി വരയ്ക്കാനൊന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 12 സെന്റിമീറ്ററിന്റെ ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ 12 സെന്റിമീറ്റർ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ പകുതി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. തീർച്ചയായിട്ടും അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇതിന്റെ ലംബ സമഭാജി എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തോളൂ. നിങ്ങളുടെ കയ്യിൽ കോമ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോമ്പസ് എടുക്കുക. ഓക്കെ, കോമ്പസ് എടുക്കുക. ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കോമ്പസ് എടുത്തു, നമ്മൾ ഇവിടെ വെക്കുന്നു. പകുതിയിൽ കൂടുതൽ അളവെടുക്കുക. കോമ്പസിൽ പകുതിയിൽ കൂടുതൽ അളവെടുക്കുക. ഇപ്പൊ ഞാൻ ഏകദേശം പകുതിയിൽ കൂടുതൽ അളവെടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി പകുതിയിൽ കൂടുതൽ അളവെടുത്തതിന് ശേഷം വരയ്ക്കേണ്ടത് ചാപം വരയ്ക്കുക. ആർക്ക് എന്ന് പറയും. ആർക്ക് വരയ്ക്കുക, ചാപം വരയ്ക്കുക. അപ്പൊ ഞാനത് ചാപം വരയ്ക്കാനായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ചാപം വരയ്ക്കുന്നത്. ഇവിടെ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്, ബ്ലാക്കിലാണ്. ഞാനത് കളർ ചെയ്യാം. ഓക്കെ, ഒരു ചാപം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ചാപോട് വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് താഴെയും എന്ത് ചെയ്യണം, ചാപം വരയ്ക്കണം. ഓക്കെ, ഞാൻ ചാപം വരച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി സെയിം അളവ്, അതേ അളവ് തന്നെ നമ്മൾ നേരത്തെ എടുത്ത അളവ് തന്നെ ഇപ്പുറത്തും കൊണ്ടുവന്ന് വെക്കുക. കറക്റ്റായിട്ട് അളവ് ഇപ്പുറത്തും കൊണ്ടുവന്ന് വെക്കുക. കറക്റ്റായിട്ട് അളവ് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. മനസ്സിലായോ? ഈ ഒരു സൈഡിലേക്ക് വരയ്ക്കുക. അതേപോലെ തന്നെ എവിടെ ചെയ്യണം, താഴെയും അതേപോലെ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് വരച്ചിട്ടില്ല, ഞാനൊന്ന് കാണിക്കാം. ആദ്യം കളർ കൊടുക്കട്ടെ. ഓക്കെ, ബിഫോർ ദാറ്റ് അതൊന്ന് കറക്റ്റ് ചെയ്ത് വരച്ചതിന് ശേഷം കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് വരച്ചു. ഈ സൈഡ് ഞാൻ ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട്. അല്ല വേണ്ട, ഏകദേശം അറിയാലോ. ഓക്കെയാണ്, ഏകദേശം അറിയുന്നല്ലേ. സോ ഞാനത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് കളർ കൊടുക്കുക. ബ്ലാക്കിലേക്ക് എടുക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഫോർ വൈറ്റ്. ഓക്കെ, നിങ്ങൾ ഫുള്ളായിട്ട് അത് വരയ്ക്കാനായിട്ട് നോക്കട്ടെ. ശരിക്കും പ്രത്യേകം കടന്നു പോകണം, പക്ഷെ ഞാൻ തൽക്കാലത്തിന് ഇപ്പം അങ്ങനെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂട്ടി വരയ്ക്കുന്നുണ്ട്. അതായത് ഇതും ഏകദേശം സെൻറ്ററാണ്, ഇതും കൂടിയിട്ട് കൂട്ടി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് സെൻറ്ററിൽ കിട്ടണം കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്ത് ചെയ്യണം, കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ, നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള അതിൻ്റെ സെൻറ്ററിൽ, ഇവിടെ അതുപോലെ തന്നെ സെൻറ്ററിലായിരിക്കണം. കറക്റ്റ് സെൻറ്ററിലായിരിക്കണം. ഓക്കെ, സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത് കറക്റ്റ് സെൻറ്ററിലായിരിക്കണം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ
നമ്മൾ പറഞ്ഞതനുസരിച്ച് ലംബ സമവാചിയുടെ റൂൾ അനുസരിച്ച് ലംബ സമവാചി വരച്ചത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് സ്കെയിൽ എടുത്തു, ഞാൻ എത്ര പറഞ്ഞത് 12 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മൾ സ്കെയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് എത്ര കിട്ടണം? നമ്മളെ ലംബ സമവാചി കറക്റ്റ് ആണെങ്കിൽ എത്ര കിട്ടണം? 6 കിട്ടണം. ഒന്ന് നോക്കിയേ, നമ്മുടെ യെസ്, വേണമെങ്കിൽ ഒന്ന് ഡാർക്ക് ചെയ്ത് കാണിച്ചു തരാം. വിസിബിൾ ആണോ നോക്കിയേ. വിസിബിൾ അല്ലെങ്കിൽ ഒന്ന് ഞാൻ കുറച്ച് ഡാർക്ക് ആക്കി തരാം. ഓക്കെ, നോക്കൂ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് കറക്റ്റ് എന്ത് കിട്ടും? 6 സെന്റിമീറ്ററിൽ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ സെന്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സെന്റർ കിട്ടാനായിട്ട് നമ്മൾ ചെയ്തൊരു പരിപാടിയാണ് എന്ത് ചെയ്തത്? നമ്മൾ ലംബ സമവാചി വരയ്ക്കുക എന്നുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് സംഭവം മനസ്സിലായല്ലോ. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ആ വരയുടെ പകുതിയിൽ കൂടുതൽ അളവെടുക്കുക. ഒരു വരയുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയിൽ കൂടുതൽ അളവെടുത്തുകൊണ്ട് എന്ത് വരയ്ക്കുക? ചാപം വരയ്ക്കുക. അതേപോലെ തന്നെ ഇവിടെയും ചാപം വരയ്ക്കുക. ഓക്കെ, ആർക്കാണ് കേട്ടോ, ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക. ആർക്ക് വരയ്ക്കുക അല്ലെങ്കിൽ ചാപം എന്നാണ് പറയുന്നത് മലയാളത്തിൽ. ഓക്കെ, എങ്ങനെ വരയ്ക്കണം? പകുതിയിൽ കൂടുതൽ അളവെടുത്തുകൊണ്ട് മേലെയും താഴെയും വരയ്ക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ജോയിൻ ചെയ്യുക. ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് എന്ത് ചെയ്യും? സെന്ററിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഇനി നോക്കുന്ന സമയത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. എത്ര ഡിഗ്രിയാണ്? നിങ്ങൾക്ക് അറിയാം, ചെറിയ ക്ലാസ്സിൽ പോലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 90 ഡിഗ്രിയാണ്. തീർച്ചയായിട്ടും 90 ഡിഗ്രിയാണ്. ആൻഡ് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. എത്രയാണ്? തീർച്ചയായിട്ടും അതും 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും, ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ലൈനിനെ എന്ത് ചെയ്യുന്നുണ്ടാവും? കറക്റ്റ് ആയിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് വിഭജിക്കുന്നുണ്ട്. പാർട്സ് ആണ്, ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിഭജിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഇവിടെ കോണിന്റെ അളവ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ലൈനിനെ, ഈ ഒരു രേഖയെ കറക്റ്റ് സമഭാഗങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലംബ സമഭാജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി എന്നിരിക്കുന്നു. ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ലൈൻ വരച്ചു. ഈവൻ നമുക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഒരു അളവ് അറിയാത്തൊരു ലൈനാണെന്ന് ഇരിക്കും. ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു. അതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക, പകുതിയിൽ കൂടുതൽ അളവ് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആർക്ക് വരയ്ക്കുക, ചാപം വരയ്ക്കുക, താഴെയും വരയ്ക്കുക. എന്നിട്ട് സെയിം സാധനം അപ്പുറത്ത് കുത്തുന്നു, ആർക്ക് വരയ്ക്കുന്നു, ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ആ ആർക്കിന്റെ സെന്റർ പോയിന്റ്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കടന്നു പോകുന്നത് എന്തിൽ കൂടെ ആയിരിക്കും? സെന്ററിലൂടെ ആയിരിക്കും, ഈ ഭാഗത്തു കൂടെ ആയിരിക്കും. ഇതിനാണ് എന്ത് പറയുന്നത്? ലംബ സമവാചി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യം നോക്കാം. ചോദ്യത്തിന് നമ്മുടെ ലംബ സമവാചി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. ഓക്കെ, നോക്കുക. 7th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് ദ 2 circles drawn on the 2 equal sides of an isosceles triangles as diameters pass through the midpoint of the third side. ഓക്കെ, ഒന്നുകൂടി പറയാം, മലയാളത്തിൽ പറയാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ വശങ്ങൾ വ്യാസങ്ങളായിട്ട് വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകും എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം ഒന്ന് ഞാൻ പറയാം. ചോദ്യം ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ കാര്യം പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഫോർ ബ്ലാക്ക്. എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഒരു സമപാർശ്വ ത്രികോണം. അപ്പൊ ആദ്യം എന്താണ് സമപാർശ്വ ത്രികോണം എന്ന് പറയാലോ. സമപാർശ്വ ത്രികോണം ഞാൻ പറയുന്നുണ്ട് ഇവിടെ. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണത്തിനെയാണ് എന്ത് പറയുന്നത്? സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ. ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണത്തിനെയാണ് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു സമപാർശ്വ ത്രികോണമാണ് നമ്മൾ വരച്ചു കഴിഞ്ഞു. തുല്യമായിട്ടുള്ള വശങ്ങൾ ഏതാണ്? ഇവിടെ തുല്യമായിട്ടുള്ള വശങ്ങൾ ഏതാണെന്ന് പറയാം. ഇത് രണ്ടാണ്. അതാണ് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തുല്യമായിട്ടുള്ള വശങ്ങൾ കിട്ടി. വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങൾ, വ്യാസങ്ങളായിട്ട്, അതായത് ഇത് വ്യാസമായിട്ട്, അതായത് വൃത്തത്തിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു വരയായിട്ട് ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ വ്യാസമായിട്ട് ഇതിങ്ങനെ വരയ്ക്കുന്ന സമയത്ത്, ഇപ്പൊ കറക്റ്റ് ഒന്നല്ല, ഞാൻ അവിടുത്തെ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇതും അളവ് എടുത്തു വരച്ചു. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു? കാണിക്കാം. ഇവിടെ എന്ത് ചെയ്തു? ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശം, ഏതാണ് മൂന്നാമത്തെ വശം? ഇതാണ് മൂന്നാമത്തെ വശം. ഞാൻ പേര് കൊടുക്കുന്നുണ്ട്, ABC അല്ലെ? ഓക്കെ, AC. മൂന്നാമത്തെ വശം ഏതാണ്? തേർഡ് വെർട്ടെക്സ്. ഒന്ന് കാണിക്കാം. തേർഡ് വെർട്ടെക്സ് ഏതാണ്? AB ആണ്.
ഓക്കെ, തേർഡ് വെർട്ടെക്സ് എ ബി ആണെന്ന് പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ വശത്തിൽ എന്താണ്? മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദു. മധ്യബിന്ദു നമുക്ക് അറിയോ? ഇല്ല, നമുക്ക് അറിഞ്ഞുകൂടാ. മധ്യബിന്ദു കണ്ടുപിടിക്കണം. ഓക്കെ, പക്ഷെ അളവുകളൊന്നും തന്നിട്ടില്ല, നമുക്ക് മധ്യബിന്ദു കണ്ടുപിടിക്കാൻ വേണം. ഓക്കെ, അതിലൂടെ കടന്നു പോകുമെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത് നോക്കാം. മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകും എന്ന് തെളിയിക്കുക. അപ്പൊ ചോദ്യം ഇതാണ്. നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ വരച്ചു. ഐസോസെലസ് ട്രയാങ്കിളിന്റെ തുല്യമായിട്ടുള്ള രണ്ട് വശങ്ങൾ വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുന്ന സമയത്ത് അത് മൂന്നാമത്തെ വശമായിട്ടുള്ള എ ബിയുടെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്നാണ് പറയുന്നത്. ലംബ സമവാചി വരയ്ക്കുക. ലംബ സമവാചി ഏതിന്റെ ലംബ സമവാചി വരയ്ക്കേണ്ടത്? ഏതിന്റെ സെന്റർ കാണേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ സെന്റർ ഓഫ് എ ബി. എ ബിയുടെ സെന്റർ അല്ലേ നമുക്ക് കാണണ്ടേ? അപ്പൊ എ ബിയിലാണ് നമുക്ക് ലംബ സമവാചി വരയ്ക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എ ബിയുടെ പകുതിയിൽ കൂടുതൽ എടുക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എ ബി നമുക്ക് അറിഞ്ഞൂടല്ലോ, പിന്നെ എങ്ങനെ പകുതിയിൽ കൂടുതൽ എടുക്കും? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നോക്കിയേ. ഏകദേശം അറിയാലോ, ഇതിന്റെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പകുതി എത്രയെന്നുള്ളത് അറിയാലോ. നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് കിട്ടി, ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പെന്നോ എന്തോ സാധനം കിട്ടി. ഇത് പകുതിയാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഏകദേശം സെന്റർ വെച്ച് ഇതാക്കും. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? പകുതിയിൽ കൂടുതൽ എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പകുതിയിൽ കൂടുതൽ അളവെടുത്തുകൊണ്ട് നമ്മളൊരു ചാപം വരയ്ക്കും. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പകുതിയിൽ കൂടുതൽ ഞാൻ വേണം, നമുക്ക് തെളിയിക്കുമ്പോൾ കാണിക്കാം. അപ്പൊ പകുതിയിൽ കൂടുതൽ എടുക്കുക. ഞാൻ ഒന്ന് പറയാം എന്തൊക്കെയാണെന്നുള്ളത്. മോർ ദാൻ ഹാഫ് എടുക്കണം. ആദ്യത്തെ കാര്യം മോർ ദാൻ ഹാഫ് എടുക്കുക. എന്തിലെടുക്കണം? കോമ്പസിൽ എടുക്കുക. മോർ ദാൻ ഹാഫ് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഓക്കെ, അത് രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് കിട്ടും? ഇങ്ങനെ നമ്മൾ ഇത് ആരം വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് കാണിക്കാം. Just wait. More than half. മോറിന് ഒരു ഇ ഒക്കെ ഇടാൻ പറഞ്ഞു പോയേ. മോർ ദാൻ ഹാഫ്. ഓക്കെ, ഒന്ന് കാണിക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. അതേപോലെ തന്നെ എവിടെയെങ്കിലും ഒരു ആർക്ക് വരച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു, ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എവിടെ ഉണ്ടാവും അറിയോ? കറക്റ്റ് ഇതിന്റെ സെന്ററിൽ കൂടെ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് തെളിയിക്കേണ്ടത്. നമുക്ക് സെന്റർ ആണ് തെളിയിക്കണം. നമുക്കത് ചെയ്തു നോക്കാം. ഇപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കത് തെളിയിക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ ഞാൻ പേര് കൊടുക്കാൻ വേണമെങ്കിൽ എ ബി ആൻഡ് സി എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ തുല്യമായിട്ടുള്ള വശങ്ങൾ, ഇതുമാണ് തുല്യമായിട്ടുള്ള വശങ്ങൾ എന്ന് പറയുന്നത്. ഈ തുല്യമായിട്ടുള്ള വശങ്ങൾ വ്യാസങ്ങളായി എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കണം. അപ്പൊ ഞാൻ സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഈ വശം തുല്യമായി എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് യെസ്, സർക്കിൾ വരച്ചു. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്തു? സെയിം സംഭവം ഇപ്പുറത്തും കൊണ്ടുവയ്ക്കണം. ഇപ്പുറത്തും കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കണം. കറക്റ്റ് സെന്റർ എടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. കുഞ്ഞെ തെറ്റുണ്ടെങ്കിൽ നമ്മുടെ സംഭവം തെറ്റിപ്പോവും. സോ നോക്കാം. ഓക്കെ, യെസ്, almost okay. യെസ്, ഓക്കെ. ഇത് ഏകദേശം സെന്റർ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ കറക്റ്റ് ശരിക്കുള്ള കോമ്പസ് എടുക്കുന്നത് പോലെ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, പക്ഷെ സംഹൗ നമുക്ക് വിചാരിക്കാം ദിസ് വൺ വിൽ ബി ദ സെന്റർ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഇതായിരിക്കും ഏകദേശം സെന്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? വരച്ചു പോവാം. യെസ്, വരച്ചു. മനസ്സിലായല്ലോ? ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് അതിന്റെ തുല്യമായിട്ടുള്ള ഒരു വശം എടുത്തിട്ട് അത് വ്യാസമാക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. അടുത്ത തുല്യമായിട്ടുള്ള വശം വ്യാസമായിട്ട് ഡയമീറ്റർ ആയി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു. അപ്പൊ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ജോയിൻ ചെയ്യുന്നുണ്ട് ആ ഭാഗം, ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് ആ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന മൂന്നാമത്തെ വശമായിട്ടുള്ള ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ ആണ് എന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സെന്റർ കണ്ടുപിടിച്ചാൽ മതി. എ ബിയുടെ സെന്റർ കണ്ടുപിടിച്ചാൽ മതി. എ ബിയുടെ സെന്റർ കണ്ടുപിടിക്കാൻ നമുക്ക് അളവുകൾ ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ നോ പ്രോബ്ലം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ കോമ്പസ് എടുക്കാം. കോമ്പസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് കോമ്പസ് എടുത്തുകൊണ്ട് അതിന്റെ അളവിൽ കൂടുതൽ എടുക്കാം. അളവിൽ കൂടുതലല്ല, പകുതിയിൽ കൂടുതൽ എടുക്കാം. അതായത് ഈ എ ബി എന്ന് പറയുന്ന വശത്തിന്റെ പകുതിയിൽ കൂടുതൽ, ഏകദേശമാണ് നമുക്ക് അറിഞ്ഞൂടാ, ഇതിന്റെ പകുതി എത്രയും നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഏകദേശം നമ്മൾ എന്ത് ചെയ്തു? പകുതിയിൽ കൂടുതൽ എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ തീർച്ചയായിട്ടും പകുതിയിൽ കൂടുതലായിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി നീട്ടി വരയ്ക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു? പകുതിയിൽ കൂടുതൽ എടുത്തു. ഓക്കെ ആണല്ലോ? പകുതിയിൽ കൂടുതൽ
എടുത്തിട്ടുണ്ട്. ഓക്കെ, പകുതിയിൽ കൂടുതൽ എടുത്തു. ഇപ്പോൾ ഇത് കറക്റ്റ് കോമ്പസ് വെച്ചിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ബട്ട് സംഹൗ ലെറ്റ്സ് ട്രൈ. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ചാപം വരയ്ക്കുക. ചാപം മീൻസ് ആർക്ക് വരയ്ക്കുക. കുറച്ച് നീട്ടി വരയ്ക്കുന്നുണ്ട്, ഫുള്ളായിട്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എവിടെയും വരയ്ക്കണം, നമ്മുടെ മേൽഭാഗത്ത് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ആർക്ക് വരച്ചു. ഓക്കെ, ഇനി ഇതേ അളവ് തന്നെ അപ്പുറത്തും എടുക്കുക, ഈ സൈഡിലും എടുക്കുക. പകുതിയിൽ കൂടുതൽ വെച്ചാൽ ആ സെയിം അളവ് തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ പകുതിയിൽ കൂടുതൽ ഇനി അളവ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സെയിം അളവ് എടുത്തുകൊണ്ട് ഓക്കെ അല്ലേ, സെയിം, ഏകദേശം സെയിം ആണ്. ഓക്കെ, അളവെടുത്തുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ അതിൻ്റെ ഈ ചാപത്തിന് എന്ത് ചെയ്യണം, ഒന്ന് ക്രോസ് ചെയ്യണം. ഓക്കെ, ക്രോസ് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടി. ഇനി അതേപോലെ തന്നെ മേലെയും ക്രോസ് ചെയ്യണമല്ലോ. മേലെ ഇങ്ങനെ വരുമ്പോൾ യെസ്, ഹിയർ വി ഗോ, ഇവിടെയും ക്രോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കോമ്പസിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഇനി ഒന്നുമില്ല, നമുക്കൊരു ലൈൻ വരച്ചാൽ മതി. അത് രണ്ടും കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു ലൈൻ വരച്ചാൽ മതി. സോ ലെറ്റ്സ് ഡ്രോ എ ലൈൻ. ഒരു ലൈൻ വരയ്ക്കാം. എന്തിലൂടെ പോകണം, ഇതിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കണം. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. അതിൽ നിന്ന് വരയ്ക്കുന്ന സമയത്ത് മനസ്സിലായി എന്തുട്ടാ, എന്താണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എന്തിട്ടാണ്, ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടുണ്ട്, എ ബിയുടെ കറക്റ്റ് സെന്ററിലൂടെയാണ് അത് പോയിട്ടുള്ളത്. ഓക്കെ, സോ സംഭവം നമുക്ക് മനസ്സിലായി. ബട്ട് വി ഹാവ് ടു പ്രൂവ്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കിതിനെ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഇത്രയും വരച്ച് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് അതൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പേര് കൊടുക്കുന്നുണ്ട്, ABC. ഓക്കെ, പല രീതിയിൽ ഇതിനെ പ്രൂവ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ഐഡിയ ആണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ABC എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഞാൻ എന്താ ചെയ്തിട്ടുള്ള, ABC എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ്, ഇനി നമുക്ക് എന്താ സംഭവം മനസ്സിലായി. പക്ഷേ എവിടെ പ്രശ്നം വരുമെന്നറിയോ, നമുക്ക് സാർ സംഭവം മനസ്സിലായി, പക്ഷേ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ കൻ ഐ റൈറ്റ്, എങ്ങനെ ഇത് എഴുതാൻ പറ്റും, എങ്ങനെ ഇതിന് മാർക്ക് കിട്ടും. സംഭവം എനിക്ക് മനസ്സിലായി, എന്താ ചെയ്യേണ്ടത് മനസ്സിലായി. എന്ത് ചെയ്താൽ മതി, സാധനം വരച്ചിട്ട് സംഭവം മനസ്സിലുള്ളൂ, അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറയാം, ഫസ്റ്റ് മുതൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ പ്രത്യേകത എന്താണ്, രണ്ട് വശങ്ങൾ തുല്യമാണ്. ഇതും തുല്യമാണല്ലോ, രണ്ട് വശങ്ങൾ തുല്യമാണ്. ഓക്കെ, രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ആ ഓരോ വശവും ഡയമീറ്ററായി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു. ഇവിടെ ഡയമീറ്ററായിട്ട് എടുത്തുകൊണ്ട് സർക്കിൾ വരച്ചു. മൂന്നാമത്തെ വശത്തിന്റെ സെന്ററിലൂടെയാണ് അത് കടന്നു പോകുന്നത് എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു ആക്ച്വലി. ബട്ട് വി ഹാവ് ടു റൈറ്റ്. എങ്ങനെ എഴുതണം, ഇതിനെ നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഒരു ഇഷ്യൂ വരുന്നത്. സോ നമുക്ക് അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഞാനിവിടെ ABC പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് എഴുതാം. നിങ്ങൾക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ എഴുതാം. തെളിയിക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാൻ പറ്റും. നോ പ്രോബ്ലം, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഞാനിവിടെ ഒന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, ഫസ്റ്റ് വൺ, ട്രയാങ്കിൾ ത്രികോണം ABC ഈസ് എന്താണെന്ന് പറയാം, ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു. ട്രയാങ്കിൾ ABC ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അല്ലെങ്കിൽ എന്താ പറയാം, ത്രികോണം ABC എന്ന് പറയുന്നത് എന്താണ്, ഒരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഒന്നാമത്തെ കാര്യം നമ്മൾ എഴുതി, ട്രയാങ്കിൾ ABC, ത്രികോണം ABC എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ് എന്ന് നമുക്ക് കിട്ടി. AC എന്താണെന്ന് അറിയാം. AC മാത്രമല്ല, AC ആൻഡ് CB or BC ഏതൊന്നും പറയണ്ട. AC and BC are diameters of two circles. Okay, AC യും BC എന്ന് പറയുന്നത് എന്താണ്, AC and BC are diameters of two circles. രണ്ട് സർക്കിൾസിന്റെയും എന്താണ്, ഡയമീറ്റർ ആണെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ മലയാളം കാര്യം ശ്രദ്ധിച്ചോളൂ. AC എന്ന് പറയുന്നതും AC യും BC യും
രണ്ട് വൃത്തങ്ങളുടെ എന്താണെന്ന് പറയാം, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് എന്ന് പറയാം. ഓക്കെ, ആ വ്യാസം എന്ന് പറയുന്നത് എന്താണ്? ആ വ്യാസം എന്ന് പറയുന്നത് ആ സമപാർശ്വ ത്രികോണത്തിന്റെ സമമായിട്ടുള്ള വശങ്ങളാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇതും നമ്മൾ എഴുതി കഴിഞ്ഞു. To find the center of AB, യുടെ സെന്റർ കാണാനായിട്ട്, to find the center of AB, അതായത് AB യുടെ കേന്ദ്രം കാണാനായിട്ട്, let us draw a perpendicular bisector. എന്ത് ചെയ്യാം? എ ബി എന്ന് പറയുന്ന വശത്തിന്റെ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന രേഖയുടെ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന വശത്തിന്റെ, സിമ്പിൾ ആയിട്ട് പറയാം, എ ബി എന്ന് പറയുന്ന വശത്തിന്റെ കേന്ദ്രം കാണാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സെന്റർ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എഴുതാം, പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊന്നും എഴുതി പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതി പോയാൽ മതിയാവും. ഓക്കെ, സോ നമ്മൾ എടുക്കുന്നത് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ അത് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ സെന്റർ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, ഡി എന്ന് പറയുന്ന, എ ബി സി ആയാലും നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ഡി എന്ന് പറയുന്ന സെന്ററും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഭാഗം മാത്രം നോക്കുക. ഈ ഒരു സർക്കിളിന്റെ ഭാഗം മാത്രം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഞാനിതാ ആ ഒരു സർക്കിളിന്റെ ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. ആ ഒരു സർക്കിളിന്റെ ഭാഗമാണെന്ന് ഇരിക്കാം സർക്കിള്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായാലും എന്താ കാണാൻ പറ്റുന്നത്? എങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട്, അതെന്താണെന്ന് പറയുന്നത്? എ സി അല്ലേ? സെയിം സംഭവം, അതേ സംഭവം തന്നെ ഇങ്ങോട്ടൊന്ന് വിചാരിച്ചാൽ മതി. എ സി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ ഒരു സാധനം പോയിട്ടുണ്ട്, അതിന് പേരുണ്ടെന്നാണ്, ടി എന്നാണ് പേര്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് രണ്ടും ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എ സി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. എ സി എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഈ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലേ? നോക്കിയേ, ഞാൻ ഒന്ന് ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. എ സി ഈസ് ദി ഡയമീറ്റർ. എ സി എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ഓഫ് ദിസ് സർക്കിൾ. ഓക്കെ ആണല്ലോ? എ സി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് ഓഫ് ദിസ് സർക്കിൾ. ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എ സി എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, വ്യാസമായിട്ട്, അതായത് എ സി എന്ന് വൃത്തത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന രേഖ, അതിനെന്താ പറയുക? നമ്മൾ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്ററിലൂടെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 90 ഡിഗ്രി എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇത് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരച്ചിട്ടുണ്ടാവുക. കണ്ടോ, ഈ ഒരു കാര്യം നമുക്ക് അറിയുന്നതാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആണ് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പാണല്ലോ, ഇത് എന്താണ്? ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ തിരിച്ച് ഈ ഒരു ഭാഗവും 90 ഡിഗ്രിയാണ് എന്ന് നമുക്ക് പറയാം. ഇത് നമ്മൾ പറഞ്ഞു ഓരോ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ടാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ചെയ്തോളൂ. ട്രയാങ്കിൾ ABC is an isosceles triangle. Isosceles triangle ഒന്നാമത്തെ കാര്യം കിട്ടി. ട്രയാങ്കിൾ ABC is an isosceles triangle. ത്രികോണം ABC എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ, AC ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? AC ആൻഡ് CB ആർ ഈക്വൽ. നമുക്കറിയാലോ, രണ്ടെണ്ണം എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഈക്വൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? AC ആൻഡ് CB. നമ്മൾ പറഞ്ഞ AC-യും അതുപോലെ തന്നെ CB-യും എന്താണ്? ആർ ഓൾസോ ദി diameter ഓഫ് ദി സർക്കിളിന്റെ എന്ത് കൂടിയാണത്? ഡയമീറ്റേഴ്സ് കൂടിയാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി. ഇനി എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഡി അല്ലേ? ഡി ഈസ് ദ സെന്റർ ഓഫ് ഏതിന്റെയാണ്? AB-യുടെ സെന്റർ ആണ് ഡി എന്ന് പറയുന്നത്. അതും കിട്ടി. ഇനി അടുത്ത നോക്കിയേ, ആംഗിൾ ADC
and ADC എന്ന് മനസ്സിലായല്ലോ, ആംഗിൾ ADC and ആംഗിൾ BDC are 90 ഡിഗ്രി. അതെന്താണ്? 90 ഡിഗ്രി ആണ്. ഇനി എന്തുകൂടി പറയാം, അവസാനമായിട്ട് എന്തുകൂടി പറയാം, the line CD is a perpendicular bisector. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നോക്കിയേ, ട്രയാങ്കിൾ ABC is an isosceles triangle നമുക്ക് കിട്ടി. AC യും CB എന്ന് പറയുന്ന, AC എന്ന് പറയുന്നതും CB അല്ലെങ്കിൽ BC എന്ന് പറയുന്നതും ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ കാണിക്കാം, ഈക്വൽ ആണ്. ഓക്കെ, AC and CB are also the എന്തുകൂടിയാണ്? ഡയമീറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ ഡയമീറ്റേഴ്സും കൂടിയാണ്, അത് വ്യാസം കൂടിയാണ്. ഓക്കെ, ഇനി എന്താണ്? D എന്ന് പറയുന്നത് എന്താ? D is the center of AB. ABയുടെ സെന്റർ ആണ് D. അത് നമുക്ക് കിട്ടി. അടുത്ത ആംഗിൾ ADC ആൻഡ് ആംഗിൾ BDC. ADCയും അതുപോലെ തന്നെ BDCയും എത്രയാണെന്ന് പറഞ്ഞു? 90 ഡിഗ്രിയാണ്. The line CD is a perpendicular bisector. ഈ CD എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അറിയാലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണെന്ന് പറഞ്ഞു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ can be defined as a line segment which intersects another line perpendicularly and divides it into two equal parts. Two lines are said to be perpendicular to each other when they intersect in such a way that they form 90 degrees with each other. ഇതും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്തായി? അതിനുള്ള ഉത്തരമായി. മനസ്സിലായോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so I hope that you have understood this question and answer. ഈ ഒരു ചോദ്യവും ഉത്തരവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുഞ്ഞൊരു കാര്യമാണ്, പക്ഷെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ. ഓക്കെ, മലയാളംകാർക്ക് വേണമെങ്കിൽ ഞാൻ പറയാം, മലയാളംകാർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. മലയാളംകാർക്ക് ഒന്നുകൂടി പറയാം. നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേണമെങ്കിൽ ഒന്ന് പറയാം, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ത്രികോണം ABC എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. ACയും CBയും തുല്യമാണ്. ACയും CBയും വൃത്തത്തിന്റെ എന്താണ്? ഡയമീറ്റർ ആണ്, വ്യാസമാണ്. D എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ലൈനിന്റെ, രേഖയുടെ പകുതിയാണ്, പകുതിയല്ല, സെന്റർ ആണ് അല്ലെങ്കിൽ കേന്ദ്രമാണെന്ന് പറയാം. കോൺ ADCയും കോൺ BDCയും 90 ഡിഗ്രിയാണ്. പിന്നെ പറയുന്നത് എന്താണ്? CD എന്ന് പറയുന്ന ലൈൻ എന്താണെന്ന് പറയാം? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലംബ സമഭാജിയാണ് എന്ന് പറയാം. അപ്പൊ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട്, ഇത് സെന്റർ ആണെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ പ്രൂഫായി. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഒരു ആൻസർ ആയി അതിനുള്ള. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പേജ് നമ്പർ 43 കൊടുത്തിട്ടുള്ളത്. പേജ് നമ്പർ 43 എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുക. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും കണ്ടെത്താൻ പറ്റുന്നതാണ്. ബിക്കോസ് നമുക്ക് ഈ ഒരു സംഭവം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഒന്നുകൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു രൂപം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള സമഭുജ സാമാന്തരികമാണ്. ഓക്കെ, അപ്പോൾ സെയിം പാറ്റേൺ തന്നെ ഇവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതും പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അതൊന്ന് നോക്കാം. എത്രയാണ് വരുന്നത്? ഇത് തന്നെയാണ് എട്ടാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യനും ആൻസർ സെയിം തന്നെയാണ്. പ്രൂഫ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള 7ാമത്തെ ക്വസ്റ്റ്യന്റെ പ്രൂഫ് തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. നമുക്ക് ആ പിക്ചറിന്റെ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ 4 വശങ്ങളും വ്യാസമായി, അല്ലെങ്കിൽ നോക്കി ഇതാണ് സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത്. നമുക്കൊന്ന് വരച്ച് കാണിക്കാം. സമഭുജ സാമാന്തരികം, ഇതാണ് സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വശം, രണ്ടാമത്തെ വശം, മൂന്നാമത്തെ വശം, നാലാമത്തെ വശം, ഇങ്ങനെ 4 വശങ്ങളുണ്ട്. ഓരോ വശങ്ങളും വ്യാസമായിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കാന്നിരിക്കുക. ഓരോ വശങ്ങളും വ്യാസമായിട്ട് നമ്മൾ സർക്കിൾ വരച്ചു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സർക്കിൾ വരയ്ക്കുന്നുണ്ട്.
ഇവിടെ ഒരു സർക്കിൾ വരച്ചെന്നിരിക്കുക. ഇത് വ്യാസമായിട്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു സർക്കിൾ വരച്ചു. അതേപോലെ തന്നെ ഇവിടെ സർക്കിൾ വരച്ചു, ഇവിടെ സർക്കിൾ വരച്ചു. ഇതെല്ലാം ഒരു കേന്ദ്രത്തിലൂടെ ടച്ച് ചെയ്ത് പോകുന്നത് എന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.